അമേരിക്കയിൽ മരിച്ചു കഴിഞ്ഞാൽ വെയ്ക്ക് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. അതായത് പൊതുദർശനം, ആളുകൾക്ക് വന്ന് കണ്ട് അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം കൊടുക്കുക. അപ്പോൾ അത് അമേരിക്കയിലെ സിസ്റ്റം, മരിച്ചു കഴിഞ്ഞാൽ അവരെ മോർച്ചറിയിലേക്ക് അല്ലെങ്കിൽ ഫ്യൂണറൽ ഹോമിലേക്ക് മാറ്റുന്നു. എന്നിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞോ 2 ആഴ്ച കഴിഞ്ഞോ ഒക്കെയാണ് ശവസംസ്കാരം. അതിന് മുന്നോടിയായിട്ടാണ് തലേദിവസം വല്ലതും ഇങ്ങനെ വെയ്ക്ക് നടത്തും, ആളുകൾക്ക് വന്ന് കാണാം. എന്നിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം പിന്നെ സംസ്കാരം. ഇതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. അത് ഒരുപക്ഷെ ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ടൊക്കെ ഉണ്ടായതായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ മരിച്ചാൽ 24 മണിക്കൂറിനകം സംസ്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ മനസ്സിലിരിക്കുന്ന ഒരു കാര്യം. നമ്മുടെ മതപരമായിട്ട് പോലും പലപ്പോഴും കണക്കാക്കുന്ന ഒരു കാര്യം. ഇന്നിപ്പോൾ അത് കഴിയാത്ത അവസ്ഥയുണ്ട്. കാരണം പിള്ളേരൊക്കെ പുറത്തോ വല്ലതൊക്കെ ആയിരിക്കും അവർ വരണം. അവർ വരുന്നവരെ മൃതദേഹം മോർച്ചറിയിലൊക്കെ വെക്കുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു പതിവ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്ഥിരം അതുതന്നെയാണ്. പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം കടുത്ത സ്നോ പെയ്യുന്ന ഒരു സമയത്താണെങ്കിൽ അങ്ങനെ സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ്, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ മരണമൊക്കെ വരുമ്പോൾ പിന്നെ മോർച്ചറിയിൽ അല്ലെങ്കിൽ ഈ ഫ്യൂണറൽ ഹോമിൽ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അങ്ങനെയായിരിക്കാം ഈ സിസ്റ്റം ഉണ്ടായതെന്ന് തോന്നുന്നു. പിന്നെ ഈ ദുഃഖമൊക്കെ തോർന്നു കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ സൗകര്യം പോലെ പിന്നെ സംസ്കാരം നടത്തുക. ഇപ്പം അതിൽ സംസ്കാരം ഈ പൊതുദർശനത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഈ അമേരിക്കക്കാരുടെ പൊതുദർശനം എന്ന് പറഞ്ഞാൽ ആ ഡെഡ് ബോഡി അവിടെ കിടക്കും, ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുകയും ചിരിക്കുകയും കളിക്കുകയും അവർ സോഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ് പരിപാടി. പിന്നെ മലയാളികളുടേതാണെങ്കിൽ പിന്നെ പ്രാർത്ഥനയും പിന്നെ ഒക്കെ ഉണ്ടാവും. മലയാളി പരിപാടി, ക്രിസ്ത്യാനികളുടെ ആണെങ്കിൽ പ്രാർത്ഥനയോ അല്ലെങ്കിൽ അച്ഛന്മാരോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഹിന്ദുക്കളുടെ ആണെങ്കിലും അവർ പിന്നെ ഭജനയോ അതുപോലെയുള്ള പിന്നെ പ്രാർത്ഥനകൾ അവിടെയും ഉണ്ടാവും. പക്ഷേ സായിപ്പന്മാരുടേതിൽ അതൊന്നുമില്ല. മരിച്ചയാൾ മരിച്ചു. നമുക്ക് അത് ഇവാൻ ഇലീച്ചിൻ്റെ മരണം എന്ന് പറഞ്ഞ ടോൾസ്റ്റോയുടെ പുസ്തകം, അത് ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. അത് ഈ ഇവാൻ ഇലീച്ച് മരിച്ചപ്പോഴത്തേക്ക് മറ്റാളുകൾ പറയുന്നു, അയാളല്ലേ മരിച്ചത്, നമ്മളല്ലല്ലോ മരിച്ചത്. അതാണ് ആളുകളുടെ ചിന്താഗതി. അപ്പോൾ ഈയിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നത്, ഈ പൊതുദർശനമൊന്നും അങ്ങേർക്ക് വേണ്ട. അതിന് പ്രധാനപ്പെട്ട കാര്യം അങ്ങേര് പറഞ്ഞത്, ഒരാൾ പിന്നെ മരിച്ചു കിടന്നിട്ട് അപ്പം വേറെ പല സുഹൃത്തുക്കളും പുറത്തിറങ്ങി ഒരു സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് പറയും, അവൻ്റെ കിടപ്പ് കണ്ടില്ലേ, അവൻ ജീവിച്ചിരുന്നപ്പോൾ ആരായിരുന്നു, അവൻ ചെയ്ത അതാണ് ഇതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ആളുകൾ പറയുന്നത്. അതുകൊണ്ട് കഴിയുന്നത്ര വെയ്ക്കൊന്നും വേണ്ട എന്ന് പറയുന്ന പല സുഹൃത്തുക്കളും ഉണ്ട്. ആ അഭിപ്രായത്തോടെ എനിക്കും യോജിപ്പുണ്ട് വാസ്തവം പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും, അതുകൊണ്ട് നമുക്കെന്ത് നേട്ടം എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. അതാണ് ഇവാൻ ഇലീച്ചിൽ ടോൾസ്റ്റോയ് പറയുന്നത്. കുറച്ച് സത്യമാണെന്ന് തോന്നുന്നു അല്ലേ. അല്ലാതെ അഗാധമായ ദുഃഖം ആ ഇമ്മീഡിയറ്റ് ഫാമിലി പിന്നെ അവർക്ക് മാത്രമായിരിക്കും ഉള്ളത്. ഇപ്പം ഭാര്യ മരിച്ചാൽ ഭർത്താവിനും അല്ല മക്കൾക്കും അവരൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ പിന്നെ ഒരു കാഴ്ച ആയിട്ട്, ഒരു ചടങ്ങായിട്ട് അവർ കണക്കാക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ലൈഫും. ഇപ്പോൾ ഇത് അനുസ്മരിക്കാനുള്ളൊരു കാര്യം, കേരളത്തിൽ നടക്കുന്ന ചില മരണങ്ങളെ പറ്റിയുള്ള ആ ദുഃഖകരമായ ഓർമ്മകളാണ്. അപ്പോൾ ഈയിടയ്ക്ക് നമ്മൾ കണ്ടതാണ്, ഈ കാഴ്ചശക്തി പിന്നെ വളരെ കുറവുള്ള സ്ത്രീ, അവരുടെ 2 മക്കൾ, ഭർത്താവ്, ഇവരെല്ലാം കൂടി ആലുവാപ്പുഴയിൽ ആ ഭാഗത്ത് പിന്നെ ആലുവാപ്പുഴയിൽ ചാടി മരിച്ചു. അവർക്ക് ജീവിക്കാൻ മറ്റൊരു മാർഗവുമില്ല. വല്ല പള്ളികളിലൊക്കെ പോയി പ്രാർത്ഥന നടത്തുകയും അവിടെ നിന്നൊക്കെ കിട്ടുന്ന വല്ല എന്തെങ്കിലും കൊണ്ടൊക്കെയാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഒടുവിൽ 240 രൂപ ഉണ്ടായിരുന്നു. 200 രൂപ കൊടുത്ത് ജ്യൂസ് വാങ്ങി. പിന്നെ 40 രൂപ അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്നു. അപ്പം മുന്നോട്ട് പോകാനൊരു വഴിയുമില്ല. അപ്പോഴത്തേക്കാണ് അവർ ആ മരണം തിരഞ്ഞെടുത്തത്. അപ്പോൾ അതേപ്പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു സുഹൃത്ത് വാസം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കരയുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ആ ദുഃഖകരമായ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ദുഃഖകരമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. നമ്മൾ വലിയ പുരോഗതി പ്രാപിച്ചവരും അതുപോലെ തന്നെ വലിയ സാമ്പത്തിക മേന്മയുള്ളവരും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനക്കാരൊക്കെ വന്ന് പണിയെടുക്കുന്ന, ഇവിടെ വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് പണിയെടുപ്പിക്കുന്ന ഒരു സംസ്കാരമൊക്കെയാണ് നമ്മളത്. അതിന് മാത്രം പിന്നെ ഉയർച്ച ഉള്ള ആളുകളാണ് നമ്മൾ. എന്നിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ഇപ്പം 1-2 വർഷം മുമ്പ് പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, പാലാ മുത്തോലി, അത് കത്തോലിക്കരുടെയൊക്കെ വലിയ കേന്ദ്രമാണ്. അവിടെ ഒരു 5 അംഗ കുടുംബം, ചെറുപ്പക്കാരാണ്, അവർ ആത്മഹത്യ ചെയ്തു. അന്ന് അതിനെപ്പറ്റി വിമർശനം ഉണ്ടായി. ഈ പള്ളിയിലെ അച്ഛന്മാരും ഒക്കെ ഇവർ പിന്നെ എന്താണ് ചെയ്യുന്നത്, അല്ലെ വാർഡ് മെമ്പേഴ്സ് പഞ്ചായത്തിൻ്റെ, ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഒരു കുടുംബം പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക്, അവരുടെ ജീവൻ മരണ പ്രതിസന്ധിയിലേക്ക് പോകുന്നത് കാണാനായിട്ട് മറ്റുള്ളവർക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ നമ്മുടെ സമൂഹത്തിൻ്റെയും നമ്മുടെ ആളുകളുടെയും ഒക്കെ ഒരു മാനുഷിക ദർശനം എന്താണ്? ഒരു മാറ്റം വേണ്ടേ? തീർച്ചയായിട്ടും നമ്മുടെ അയൽക്കാരൻ്റെ കണ്ണീരൊപ്പണം. ഇപ്പം ഇസ്ലാമായാലും ക്രിസ്ത്യാനിയായാലും പിന്നെ ഹിന്ദുക്കളായാലും എല്ലാം മറ്റുള്ളവൻ്റെ കാര്യം, മറ്റുള്ളവൻ്റെ ദുഃഖം അകറ്റണം എന്നാണ് നമ്മളൊക്കെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. പക്ഷേ മറ്റുള്ളവരുടെ ദുഃഖം നമ്മൾ കാണാറില്ല, ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ, ഇങ്ങനെയുള്ള ദുരിതങ്ങൾ. അപ്പം ഇതിലേറ്റവും
പിന്നെ ഇങ്ങനെയുള്ള ഈ അനുഭവങ്ങൾ വരുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യം കേരള ഗവൺമെൻറ് പിണറായി സർക്കാർ ചെയ്ത് നമ്മുടെ കിറ്റ് കൊടുത്തത്. ആ സമയത്ത് ഈ കോവിഡിൻ്റെ സമയത്ത് ആ കിറ്റ് കൊടുത്തത് എത്രയോ നല്ല കാര്യമാണ്, ഏറ്റവും മഹനീയമായൊരു കാര്യമാണ്. അത് തുടരണം എന്ന് ഞാൻ പലവട്ടം ഈ പങ്ക്തിയിലും പറഞ്ഞിട്ടുള്ളതാണ്. അത് തുടരണമായിരുന്നു, എക്കാലവും തുടരണം. ഇന്നോ നാളെയോ മാത്രമല്ല, എക്കാലവും ഈ ആവശ്യക്കാരുള്ള അത്രയും കാലം അത് തുടരണം. ഇപ്പം നമുക്കറിയാം, അമേരിക്കയിൽ ഇത്രയും സമ്പന്ന രാജ്യമാണ്. ഇവിടെ ഫുഡ് സ്റ്റാമ്പ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഗർഭിണികൾക്കും അല്ല പാവപ്പെട്ടവർക്കും അവർക്കൊക്കെ ഫുഡ് സ്റ്റാമ്പ് കൊടുക്കും. അവർ പട്ടിണി കിടക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു സംവിധാനം ഇത്രയും സമ്പന്ന രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ആളുകൾ അതുപോലെ തന്നെ വീടിനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും ആളുകൾ കള്ളും കഞ്ചാവും ഒക്കെ അടിച്ചിട്ട് അവർക്ക് വഴി താമസിച്ചേ മതിയാവൂ എന്നുള്ള നിലപാടിലുള്ള ധാരാളം പേരും ഉണ്ട് താനും. എങ്കിൽ കൂടി മനുഷ്യർ ആ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടരാകുന്ന, തീരെ ഈ വഴിയിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ, അത് എന്തായാലും ശരിയല്ല. അതിന് ഉചിതമായൊരു മാറ്റമുണ്ടാവണം. ഇതുപോലെ ഉള്ള മറ്റൊരു കാര്യമാണ് ഈ ജപ്തി നടപടി എന്ന് പറഞ്ഞ ആളുകളെ വീടൊഴിപ്പിച്ച് വിടുക. ഒന്നാമതേ അവർക്ക് വീട് മാത്രമേ ഉള്ളെങ്കിൽ ആ വീടിന് ലോൺ കൊടുക്കുന്നതിനൊരു നിയന്ത്രണം വേണം. പിന്നെ ചിലപ്പോൾ ഒരുപക്ഷെ അതിൽ ലോൺ എടുത്താലായിരിക്കും അവർക്ക് രക്ഷപ്പെടാൻ പറ്റുക. അതെനിക്ക് അറിഞ്ഞുകൂടെ. എങ്ങനെയാണെങ്കിൽ കൂടി ആ ലോൺ കൊടുക്കണം, ആ തിരിച്ചടയ്ക്കാനുള്ള എത്രമാത്രം കെൽപ്പുണ്ടെന്ന് പരിശോധിക്കേണ്ടതില്ലേ? എങ്ങനെയായാലും അത് വലിയ കുഴഞ്ഞ ചോദ്യമാണ്. എങ്ങനെയായാലും ആളുകളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ആ പരിപാടി അത് ശരിയല്ല. ഒരു കാരണവശാലും ജപ്തിയല്ല, എന്ത് കുന്തമായാലും അവരോട് പൈസ അടയ്ക്കാനായിട്ട് പറയുക. ഈ ബാങ്കുകൾ കോടാനുകോടി രൂപ ഈ വൻകിടക്കാർ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി പറ്റിച്ചിട്ട് പോകുന്നു. അതിനൊന്നും ഒരു ജപ്തിയും ഒരു കുന്തവുമില്ല. ഈ പാവപ്പെട്ടവൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ജപ്തി, ആ പരിപാടി നിർത്തണം. അത് ഒരു കാരണവശാലും അനുവദിക്കരുത്. ആളുകൾ വഴിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ. അപ്പോൾ അതിന് എതിരെ നിയമങ്ങളും നടപടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ബാങ്കുകളൊന്നും അത് വേണ്ട വിധത്തിൽ അത് ഫോളോ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അത് സാമൂഹ്യ സംഘടനകളും ഒക്കെ ശക്തമായിട്ട് തന്നെ അതിനെ നേരിടുകയാണ് വേണ്ടത്. അത് ഒരു കാരണവശാലും അനുവദിക്കാവുന്ന ഒരു കാര്യമല്ല. ഒരാളെയും ജപ്തി ഒന്നാമതേ നമുക്ക് കെൽപ്പില്ലാത്തവർ, പൈസ തിരിച്ചടയ്ക്കാൻ കഴിവില്ലാത്തവർ അതനുസരിച്ച് വേണം വായ്പ എടുക്കാനായിട്ട്. പക്ഷേ നമ്മൾ വലിയ കണക്കുകൂട്ടലുകളിലും പല കാര്യങ്ങളിലൂടെ ആയിരിക്കും ജപ്തി പണം വായ്പ വാങ്ങുന്നത്. അതൊന്നും ഫലിക്കുന്നില്ല, അതെല്ലാം പോകുന്നു. അല്ലെങ്കിൽ കടുത്ത രോഗം വരുന്നു, ജോലി പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലാണ് തിരിച്ചടവും ഒക്കെ ഇല്ലാതായി പോകുന്നത്. അപ്പം അങ്ങനെയുള്ളവർ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സംവിധാനം എന്തായാലും ശരിയല്ല. എങ്ങനെയായാലും ഈ കിറ്റ് അല്ലെങ്കിൽ നമുക്കൊരു ഫുഡ് സ്റ്റാമ്പ് പരിപാടി നമുക്ക് കേരളത്തിലും വരണം. നമുക്ക് ഒരു മാറ്റം വേണം. ഇങ്ങനെ ആളുകൾ ദാരിദ്ര്യത്തിൻ്റെ പേരിൽ ആളുകൾ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അത് നമുക്ക് സഹിക്കാനാവുന്നതിന് അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ഒരു കരുതൽ ഈ അങ്ങനെയുള്ള ആളുകൾ ഈ പുരോഹിതന്മാരും അല്ല സാമൂഹിക പ്രവർത്തകരും ഒക്കെ ഒരു കരുതൽ തീർച്ചയായിട്ടും വേണം. സമൂഹത്തിൽ താഴേക്കിടയിലുള്ള നമുക്കറിയാം, അത് പലപ്പോഴും കടുത്ത അസുഖങ്ങൾ വരിക, രോഗബാധ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രോഗബാധ വരുന്നു, ചികിത്സിക്കാൻ മാർഗ്ഗമില്ലാതെ മറ്റ് ഒന്നിനും സംവിധാനമില്ലാതായിത്തീരുന്നു, ജോലിക്ക് പോകാൻ കഴിയാതെ വരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ആളുകൾ ഇങ്ങനെ ഈ നിസ്സഹായരായിത്തീരുന്നത്. ആ സമയത്ത് സഹായിക്കാൻ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ നാടിനും നമ്മുടെ സ്റ്റേറ്റിനുമൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് സമൂഹമാണ് നമ്മൾ, എന്ത് പരിഷ്കൃത സമൂഹമാണ് നമ്മൾ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ സതീശൻ ഗവൺമെൻറ്റിനോട് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ആ കിറ്റ് തിരിച്ചു കൊണ്ടുവരണം. അല്ലെങ്കിൽ ഫുഡ് സ്റ്റാമ്പ് കൊടുത്താലും മതി. ഓരോ മാസം ഫുഡ് സ്റ്റാമ്പിന് ഇത്ര രൂപ സർക്കാർ കൊടുക്കും. ഇപ്പോൾ തന്നെ ആ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്ന വളരെ നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും ഈ പ്രായമുള്ളവർക്കും വിധവകൾക്കും ഒക്കെ പെൻഷൻ കൊടുക്കുന്നു. നമ്മൾ വിചാരിക്കും എന്തിനാണ് അവർക്ക് പെൻഷൻ കൊടുക്കുന്നതെന്ന്. ഇല്ല, അവരൊക്കെ കൂടിയാണ് നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ. അവരെല്ലാം ചേർന്നതാണ്. അവർ വയ്യാതാവുമ്പോൾ അവർക്ക് പെൻഷനൊന്നും വേണ്ട, അവർ ജീവിക്കേണ്ട എന്ന് പറയുന്നത് ശരിയാണോ? അപ്പോൾ അതിനുള്ളൊരു സംവിധാനം, ദീർഘകാല പദ്ധതികൾ, അതാണ് നമ്മുടെ നാട്ടിലില്ലാത്തതെന്ന് തോന്നുന്നു. ദീർഘകാലത്തേക്കുള്ള പദ്ധതികൾ അത് ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യപടിയായിട്ട് ഈ കിറ്റ് അല്ലെങ്കിൽ ഒരു ഫുഡ് സ്റ്റാമ്പ് ഏർപ്പെടുത്തുക തന്നെ വേണം.